സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ജു പത്രോസ് എന്ന് പറയുന്ന നടി ബിഗ് ബോസ് താരമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സീരിയലിലൊക്കെ ഉണ്ട്. പിന്നെ പല വിവാദങ്ങളിലും പെട്ട ഒരു നടി തന്നെയാണ് മഞ്ജു പത്രോസ്. പക്ഷേ മഞ്ജു പത്രോസിൻ്റെ ഈ ഒരു കാര്യത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു എന്നുള്ളതാണ്. അതായത് മഞ്ജു പത്രോസ് ഇന്നലെ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: എൻ്റെ മകനോടായിരുന്നു നീയൊക്കെ ഇത് ചെയ്തതെങ്കിൽ ഇന്ന് ഞാൻ ജയിലിലുണ്ടായേനെ. ഏത് കൊടി കുത്തിയവൻ്റെ മകനായാലും ശരി, ഏത് വലിയവൻ്റെ മകനായാലും ശരി, എൻ്റെ മകനോട് കളിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ അടപ്പ് ഞാൻ തള്ളിക്കും എന്നുള്ള തരത്തിലാണ് മഞ്ജു പത്രോസ് ഇത് പറഞ്ഞത്. ഏതായാലും ഞാൻ മഞ്ജു പത്രോസിൻ്റെ ഈ ഒരു ധൈര്യത്തിന് ഒരു കയ്യടി കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പോലും ഇതൊന്നും പറയാൻ നിൽക്കാറില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളാകും കുറ്റക്കാറ്. അതായത് നാട്ടിലെ സമാധാനം നശിപ്പിക്കാൻ ശ്രമിച്ചോ, നാട്ടിലുള്ള എല്ലാവരെയും എന്താ പറയുക പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിയമത്തിനെ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോഴേ മഞ്ജു പത്രോസിൻ്റെ പേരിൽ ഒരു 5-8 കേസെങ്കിലും എടുക്കാനുള്ള വകുപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല പൊതുജനങ്ങളും ഇതൊക്കെ മനസ്സിലുണ്ടെങ്കിലും അമർഷത്തോടു കൂടിയിട്ട് മിണ്ടാതിരിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരാൾ പോലും മര്യാദയ്ക്ക് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കത്തില്ല. ഷഹബാസ് എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ മരണത്തിലാണ് മഞ്ജു പത്രോസ് ഇങ്ങനെ പറഞ്ഞത്. മഞ്ജു പത്രോസ് പറയുന്നുണ്ട്, ഞാനൊരു അമ്മയാണ്, 18 വയസ്സുള്ള ഒരു മകൻ്റെ അമ്മയാണ്. എൻ്റെ മകൻ്റെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. അത് ഏത് വലിയവനായാലും ശരി, എൻ്റെ മകനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഷഹബാസിൻ്റെ പിതാവിനോടും മാതാവിനോടുമാണ് പറയുന്നത്, നിങ്ങൾ തന്നെ ഇറങ്ങണം നിങ്ങളുടെ മകന് വേണ്ടിയിട്ട് എന്ന് തന്നെ ഒരു സന്ദേശമാണ് മഞ്ജു പത്രോസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മഞ്ജു പത്രോസിൻ്റെ പേരിൽ കേസ് വരും, എന്നാലും ഇവിടെയുള്ള പ്രതികൾക്കൊന്നും യാതൊരു കൂസലും ഉണ്ടാവില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ്, ഒരു പയ്യൻ വന്നിട്ട് മാഷെ ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ പണ്ടം ഞാൻ കുത്തി വെളിയിലിടും എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ മാഷെ ഭീഷണിപ്പെടുത്തുമ്പോഴും മാഷ് ഇങ്ങനെ പിന്നെന്താ പറയേണ്ടത്, ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒന്നും കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ മാഷക്ക് ജീവനിൽ ഭയമുണ്ട്. അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മജ്ജയും മാംസവുമുള്ള മനുഷ്യനാണ്. അപ്പോൾ അയാൾക്ക് ജീവനിൽ ഭയമുണ്ട്. അയാൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആരോ ഇത് മൊബൈലിൽ പിടിച്ചിരുന്നു. ഇത് മൊബൈലിൽ പിടിച്ചിട്ട് വെളിയിൽ വിട്ടു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം വെളിയിൽ വിട്ടതുകൊണ്ട് ആ വെളിയിൽ വിട്ടവന്മാർക്കെതിരെ കേസെടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. എന്നാലും ഈ പയ്യനെതിരെ കേസില്ല. ഇങ്ങനെ പറയുന്നവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആവാത്തവനാണ്. അവൻ എന്തു വേണമെങ്കിലും പറയാം, അവൻ എന്തു വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് തന്നെ അവനെതിരെ കേസില്ല. കേസ് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട് പ്രതികരിച്ച, ഇല്ലെങ്കിൽ ഇത് മൊബൈലിൽ പിടിച്ച ആൾക്ക് മാത്രമാണ് കേസ് ഉണ്ടായിരിക്കുന്നത്. അയാളുടെ പേരിൽ കേസെടുക്കണം. അതാണ് ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മഞ്ജു പത്രോസിന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ മഞ്ജു പത്രോസ് ഉള്ളിൽ പോയി കിടക്കേണ്ടി വരും എന്നാണ്. അതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പേടിച്ചിട്ട് ഇതിൻ്റെ പുറകെ പോകാൻ കഴിയില്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രതികളുടെ ചിത്രങ്ങൾ 5 പ്രതികളുണ്ട്. ആ ചിത്രങ്ങൾ വരെ വെളിയിൽ വിട്ടിട്ടില്ല. അവന്മാർ ആരാണെന്ന് നമ്മൾക്ക് പകുതി ആൾക്കാർക്കും അറിയില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവന്മാർ ബൈക്കിലൊക്കെ കറങ്ങി നടക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അതുപോലെ ഈ ബൈക്കും എടുത്ത് നിൽക്കുന്ന ഫോട്ടോസ് വന്നിട്ടുണ്ട്. ഈ ബൈക്കിൻ്റെ ഒന്നും പെർമിറ്റ് റദ്ദ് ചെയ്യാൻ ആരും പോയിട്ടില്ല. ഈ ബൈക്കിനെ പറ്റി അന്വേഷിക്കാൻ ആരും പോയിട്ടില്ല. ഈ ബൈക്കിൻ്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാൻ ആരും പോയിട്ടില്ല. ഇതിൻ്റെ ഉടമകളെ കണ്ടെത്താൻ പോലും ഒരാളും പോയിട്ടില്ല എന്നുള്ളതാണ്. ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിസാര കാര്യത്തിന് വരെ കേസ് എടുത്തിട്ടും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അന്വേഷിക്കാൻ പോകില്ല. എന്തുകൊണ്ടാണ്? പ്രതികളുടെ അച്ഛന്മാരാണെങ്കിൽ അവരൊക്കെ വലിയ ആൾക്കാരാണ്. എന്താണെന്ന് വെച്ചാൽ 16 വയസ്സുള്ള കുട്ടികൾക്ക് ബൈക്ക് കൊടുത്തു വിട്ടവരും അതുപോലെ തന്നെ അത് അവരെടുത്തു പോയ ബൈക്ക് തന്നെയാണ്. അല്ലാതെ വേറെ ഈ കൂട്ടുകാരുടെ അടുത്തേക്ക് വേറെ ആളെ ബൈക്ക് കൊടുത്ത് പോകില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പ്രതികൾക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ബന്ധമുണ്ട്. പിന്നെ പോലീസുകാരുടെയും അധ്യാപകരുടെയും മക്കളാണ്. അതുകൊണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ നമ്മളെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഷഹബാസ് എന്ന് പറയുന്നവന് അവനൊരിക്കലും നീതി കിട്ടുന്നു എനിക്ക് തോന്നുന്നില്ല. അവനൊരു നീതിയും കിട്ടാൻ പോകുന്നില്ല. ഇനി അടുത്ത കൊല്ലമാകുമ്പോഴും ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പലതും നടക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രത്തോളം നികൃഷ്ടമായ രീതിയിലാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആരും നന്നാകണമെന്നോ അല്ലെങ്കിൽ പഠിച്ച് വലിയ ആളാകണമെന്നോ ഒന്നും ഒരാൾക്കും ഒരു ഇതുമില്ല. അതായത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എങ്ങനെ വേണമെങ്കിലും നടന്നോട്ടെ എന്നുള്ളതാണ്. ഇവിടെ രക്ഷപ്പെടുന്ന ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെടും എന്നുള്ളതാണ്. അല്ലാതെ ഇവിടെ കിടന്നിട്ട് ഒരുത്തനും ഇതുപോലെ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാനോ അവരെ ഒന്നും സമൂഹത്തിൽ കാണിക്കാനോ ഇല്ലെങ്കിൽ ഇവറ്റകളുടെ തന്തമാറിയും തള്ളമാറിയെങ്കിലും ഇവരുടെ മക്കളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള തരത്തിൽ പോലും ഒരാളും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്?
അതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. എന്തെങ്കിലും ഈ പ്രതികൾക്കെതിരെയോ പ്രതികളുടെ കുടുംബത്തിനെതിരെയോ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ചിലപ്പോഴും നമ്മുടെ പേരിൽ കേസ് വരും, ആ നിമിഷം നമ്മളെ പോലീസ് പിടിച്ചു കൊണ്ടുപോകും, നമുക്കില്ലാത്ത വകുപ്പുകൾ ഉണ്ടാവില്ല. ഇതൊക്കെ ആയിട്ട് നമ്മൾക്ക് ഒരുപാട് നാളെ നടക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും പഞ്ചപുച്ഛം അടക്കിയിട്ട് മിണ്ടാതിരുന്നു കൊള്ളുക, ഇതൊക്കെ കേട്ട് മിണ്ടാതിരുന്നു കൊള്ളുക. അവർ പരീക്ഷ എഴുതുകയോ അല്ലെങ്കിൽ അവർ ജോലി വേണിക്കുകയോ പിന്നെ എന്ന് പറഞ്ഞാൽ അവർ എന്താ പറയേണ്ടത്, അവർക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഈ ജയിലിൽ കിടന്നു എന്നുള്ളൊരു പേര് കൊണ്ട് മാത്രം എത്രയും പെട്ടെന്ന് അവർക്ക് എവിടെയെങ്കിലും ഒരു ജോലി കൊടുത്തിട്ട് ആ ഒരു നല്ല മനസ്സുകളെ ആ 5 പേരെയും നമ്മളെ സംരക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവരങ്ങനെയാണല്ലോ, അവർ വലിയ സമൂഹത്തിലെ വലിയ ആൾക്കാരല്ലേ. ഒരു കാരണവശാലും പിന്നെ അവരെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ എന്നിട്ട് എല്ലാവരും പറയുന്ന ന്യായങ്ങളുണ്ട്. പണ്ട് മുതലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതാണ്, എന്ത് കുറ്റകൃത്യത്തിൽ പെട്ട് കഴിഞ്ഞാലും അവനെയൊക്കെ പിന്നെ ജയിലിലാണെങ്കിലും പരീക്ഷ എഴുതിക്കണം. എവിടത്തെ ന്യായമാണ് പറയുന്നത്? അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. ഒരു പിന്നെ 16 വയസ്സുകാരനെ പട്ടിയെ പോലെ തല്ലിക്കൊന്നിട്ട് ഈ പിന്നെ കാട്ടാളന്മാർ ഈ പിന്നെ പരീക്ഷ എഴുതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഴുതിക്കുമ്പോഴെങ്കിൽ ഒരു അധ്യാപകർക്കെങ്കിലും വന്ന് പ്രതിഷേധിച്ചൂടെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അധ്യാപകർക്കും പിന്നെ ഒക്കെ പ്രതിഷേധിക്കാം, ഞങ്ങൾ അവർക്ക് പരീക്ഷ എഴുതാൻ പോകില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ പ്രതിഷേധിക്കാം. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ അങ്ങ് അത്രയേ ഉള്ളൂ. ഇതൊരു വലിയൊരു കാര്യമൊന്നുമല്ല അവർക്കൊന്നും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ മഞ്ജു പത്രോസ് പറയുന്നത് മഞ്ജു പത്രോസിന് അത്ര ധൈര്യമുള്ളത് കൊണ്ട് പറഞ്ഞു. പക്ഷേ എല്ലാവരുടെയും മനസ്സിലുണ്ട്. പക്ഷെ ഒരാൾ പോലും തുറന്നു പറയാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭയന്നിട്ട് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നിയമത്തോട് എല്ലാവരോടും ഭയം തന്നെയാണ്. കാരണം നിയമത്തെ ഞാൻ പറയുന്നില്ല, നിയമം ഭയക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നിയമത്തിന് പിന്നെ എന്താ പറയുക എതിരായിട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ അപ്പോഴും എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒരു അഭിപ്രായമെങ്കിലും, അതായത് ഈ പിള്ളേർ പരീക്ഷ എഴുതണമായിരുന്നോ, ഇവന്മാരെ പരീക്ഷ എഴുതാൻ അർഹരാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കണം. ഒരു കൂട്ടത്തിൽ ഒരുവനെ ഇല്ലാതാക്കിയിട്ട് അവരാഘോഷിച്ചിട്ട്, അതാണ് അവർക്ക് എല്ലാ പോയിന്റുകളും അറിയാം. അവർ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഈ ആൾക്കൂട്ടത്തിൽ ഒരുത്തൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കേസ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ജാമ്യം കിട്ടും, ഞങ്ങളെയൊക്കെ പുറത്ത് വിടും എന്നുള്ള ആത്മവിശ്വാസം ആ ഒരു എന്താ പറയുക ഗുണ്ടയുടെ മകനാണെന്ന് തോന്നുന്നു. അവൻ്റെ സംസാരമാണ് ആ കൊട്ടേഷൻ സംഘം, ഈ തന്ത കൊട്ടേഷൻ സംഘമായിട്ടുള്ള ഒരുത്തൻ്റെ മകനാണ് ഇതൊക്കെ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നാട്ടിൽ നടക്കുന്നത്. ഏതായാലും മഞ്ജു പത്രോസിനോട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ മഞ്ജു പത്രോസിനെ ഞാൻ 100% പിന്തുണയ്ക്കുകയാണ്. കാരണം ഒരു അമ്മയുടെ വികാരം, അതാണ് ഒരു അമ്മയുടെ വികാരമാണ് അവർ പറഞ്ഞത്. ഈ പിന്നെ മകനെ ഇല്ലാതാക്കിയിട്ടും ഈ വിവറ്റകളൊക്കെ ഇങ്ങനെ പരീക്ഷ എഴുതുമ്പോഴേ ഈ മരിച്ചവൻ്റെ അമ്മയുടെ വികാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അവരുടെ ഒരു വിഷമമൊന്ന് ആലോചിച്ച് നോക്കണം. അത് കാണാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ പ്രതികളുടെ ആ ഒരു ജീവിതമാണ് എല്ലാവർക്കും വലുത് എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.